ഹലോ, ഇന്നെന്താ സ്പെഷ്യല്? എന്ത് നാനമുട്ട അല്ല എത്ര മീൻ എന്തെങ്കിലും വാങ്ങാം അല്ലേ? ആ പൂവറ്റ് ഇതാ വേറെ മത്തി ഒന്നും മേടിക്കല്ലേ? പോയി നോക്കട്ടെ ഞാന്. മീനോ പോയി നോക്കട്ടെ. മീനനുസരിച്ച് മീൻ മേടിച്ചിട്ട് വരട്ടെ. മീന് എന്തെങ്കിലും കിട്ടുന്ന മത്തിക്കാണ് ഇപ്പൊ കോള്. മത്തി കിട്ടോ നോക്കട്ടെ, പോയി നോക്കട്ടെ. നല്ല വയറുവേദന കുറെ ദിവസമായിട്ട്. എന്നിട്ട് 2 ഡോക്ടർമാരെ കണ്ടിട്ടൊന്നും സുഖമില്ല. അപ്പൊ ഞങ്ങൾ മഞ്ചേരി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ കുട്ടിക്ക് സൂക്കട് ഇങ്ങനെ മാറി വരുമ്പോ രാവിലെ നീച്ച് പൊറോട്ട വേണം, ബിരിയാണി വേണം. ഇന്ന് രാവിലെ പൊറോട്ട വേണത് എന്തൊക്കെയോ ചോദിച്ചാണ് കുട്ടി. രാവിലെ തുടങ്ങും ഓരോന്ന് ചോദിക്കും. പൊറോട്ട വേണമെന്നൊക്കെ പറയും. നോണുണ്ടാവും ചിലപ്പോ. ഞാൻ ഏതായാലും അങ്ങാടിയിലേക്ക് കാട്ടി ഒഴിവാക്കണം. ജലദോഷം കുളിച്ചിട്ട് വാ. രാവിലെ പെരുന്താണ്. മുടിയൊക്കെയാണ് മതി, കുഴപ്പമില്ല. ഒന്ന് കുളിപ്പിച്ച് വെക്കല്ലേ? ഏത് കുളിപ്പിച്ച് വെക്ക അച്ഛമ്മളെ? 2 ദിവസമായി കുളിച്ചിട്ട്. 2 ദിവസം നല്ല വയറുവേദന കേട്ടോ കുട്ടിക്ക്. 2 ദിവസമായി. ഒരു ഡോക്ടറെ കാട്ടി ഞങ്ങള്, പക്ഷെ കുട്ടിക്ക് കുറവില്ല. അമ്മന്റെ കുട്ടിക്ക് എവിടെയാ വേത്തുള്ളത്? എവിടെയാ എവിടെയാ? ബടിയുണ്ട് കുട്ടിക്ക്. അതെ, വയറുവേദന നോക്കി ബടിയൊക്കെ പറയാണ്. വയ്യായാലും ഒന്നാത്ര മെലിഞ്ഞ്. ഞാൻ എന്നാ പോയി വാങ്ങിട്ട് വരാം കേട്ടോ. നീ ഇത് മേടിച്ചോളി, ഉള്ളി വലുത്, വെല്ലുള്ളി. ഓക്കെ, വേറെന്താ പിന്നെ? വല്ലുള്ളി മേടിച്ചോളി. കാപ്പിപ്പൊടി വേണമെങ്കിൽ മേടിച്ചോളി, അല്ലെങ്കിൽ ചായ കുടിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ട് അല്ലേ? അത് വാങ്ങാം. കാപ്പിപ്പൊടി കഴിഞ്ഞു. ഓക്കെ, പിന്നെന്താ? വേറൊന്നുമില്ലല്ലോ. വേറെ അങ്ങനെ ആലോചിച്ചാ കിട്ടും. വല്ലാതെ ആലോചിക്കണ്ട കേട്ടോ. ഒരു മിനിറ്റ്. വേറെന്താ? ഗരം മസാല കഴിഞ്ഞിന്. ഗരം മസാല, ചിക്കൻ മസാലയും കഴിഞ്ഞു തോന്നുന്നുണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയല്ലേ? അതിന് ചിക്കൻ മസാലയൊക്കെ വേഗം കഴിയുന്നതറിയോ? ഈ കിഴങ്ങ് പൊരിക്കല്, സോയാബീൻ പൊരിക്കല് ഒക്കെ ആകുമ്പോ അതിലൊക്കെ ഇടുന്നതല്ലേ. അതുകൊണ്ടാണ് വേഗം കഴിയുന്നത്. അല്ല, അത് ശരി. ഇന്നലെ മിഞ്ഞാന്ന് നമ്മള് ഇതുണ്ടാക്കിയല്ലോ, ഏത് ഇറച്ചി ഉണ്ടാക്കിയില്ലേ? അത് വേഗം കഴിയുമ്പോഴേ. ഇവിടെ ഏറ്റവും ചെലവ് എന്തിനാ അറിയോ? ചിക്കൻ മസാലയും ഉള്ളിയും കിഴങ്ങും. അത് ശരിയാ. ഓൾക്ക് പൊരിക്കലാ പണി. എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വന്നാലോ? എനിക്കറിയില്ല, ഭയങ്കര പരിപാടി. ട്യൂഷൻ ക്ലാസ്സില് ആർക്ക്? നല്ല പൊട്ടലാണ് കിട്ടും വായിച്ചില്ലെങ്കിൽ. ഒന്ന് കിട്ടിയില്ല ഒരു ദിവസം. എന്നോട് വൈകുന്നേരം വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തേ ചേച്ചി? ഒന്നും ഇവിടെ അടിയിട്ടിട്ട് ഇവിടെ വല്ല നന്നായി ഇറങ്ങിയ വായിക്കാനിട്ടല്ലേ ചേച്ചി? അതിലാണ്ട് പോണണ്ടി നത്തിക്ക്. അതിന്റെ ടീച്ചറെ വിളിച്ചില്ലേ? ക്ലാസ്സിൽ എത്തുന്ന ഫസ്റ്റാ. അവര് രാവിലെ പോകും, നേരത്തെ പോകും. ടീച്ചറെ വിളിച്ച് അവനോട് പറഞ്ഞ പിന്നെ ഓള് ഉത്തരൊക്കെ പറയലുണ്ട്. പക്ഷെ ഇന്നെന്തോ ഓള് ചോദിച്ചപ്പോ ഒരു ഇത് അപ്പൊ ഒന്ന് കിട്ടിയതാണ്. ഇനി അവളോട് ശ്രദ്ധിക്കാൻ പറയട്ടോ. അതിനൊന്നും കുഴപ്പമില്ല, തല്ലിനേന് എനിക്കിഷ്ടാ. ഞാൻ പറഞ്ഞങ്ങള് തല്ലിനേനൊന്നും കുഴപ്പമില്ല, നല്ലതാണ് പറഞ്ഞു. ഞാൻ അങ്ങനെ അടിക്കൊന്നുമില്ല, ഓള് പഠിക്കലൊക്കെ ഉണ്ട് എന്നോട്. ഞാൻ പിന്നെ ടീച്ചർ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിക്കും. അല്ല, അത് വേണം, അത് വേണം. വിളിച്ചില്ലേ പണിയാ. അച്ചോളെ ഇട്ടിട്ടാ അന്ന് വയറ് ശരിയായിട്ടില്ല. ഇനി ഇത് കളയട്ടെ ഈ സാധനം. അത് കേടായിട്ടുണ്ടാവില്ല. ഇത് ഉറുമ്പരിച്ചീന് വിളിക്കണി. അതിനകത്തൊരു പേരുണ്ട്, പൊറോട്ട പച്ചടി. എന്തൊരു പേര്? ഇത് ഉറുമ്പരിച്ചീന്. എന്നാ വേണ്ട, ഒഴിവാക്കി. അങ്ങനെ നമ്മളെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. മീൻ ഇതാ മത്തിക്കുട്ടികൾ. മത്തിയുണ്ട്, പിന്നെ നല്ല അടിപൊളി മത്തിയുണ്ട്. മത്തിൻ്റെ അയലയുണ്ട്. മോക്ക് മീൻ അയലേ പറ്റുള്ളൂ. അവളിത് അവിടെ നോക്കിയാൽ കഥാപുസ്തകം വായിച്ച് കുത്തിരിക്കുക, കഥകൾ വായിച്ച് കുത്തിരിക്കുക. മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ വാങ്ങിയാണ്. അച്ചോളം അവിടെ ഭയങ്കര കുളിയില്ല. പോയി നോക്കാം നമുക്ക്. അക്കരെ പൊട്ടിയേ കുലൂല് വെച്ചോ? കുലൂല് വെച്ചോ? കുലൂല് വെച്ചോ? കുലൂല് വെച്ചോ? എന്നും കുളി കഴിഞ്ഞ് ഇങ്ങനെ വരിക? സാമിക്കൂറെ കണ്ടേ? ചേർപ്പൂരണം കണ്ടിട്ട് അങ്ങോട്ട് പോയി. ആ തോർത്തുള്ളിൽ ചളിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവാ. വാ തക്കരെ ഓടീന്. അച്ചോ ഇവിടെ വാടാ. ചേച്ചി ഇന്ന് ഫുൾ പഠനാണ്, കഥാബുക്ക് വായിക്ക. അവിടത്തെ പരിപാടി? ഇവിടെ വാ ചക്കര, ഇവിടെ വാ. ചക്കര പൊട്ടിയേ, ചക്കര പൊട്ടിയേ.
അതെ താഴത്തെ കുട്ടികളെ കളിക്കാൻ വേണ്ടി കയറ് കെട്ടിട്ടതാ ഊഞ്ഞാലാടാൻ. അപ്പൊ അതിമ്പോ കളിക്കാൻ വന്നതാ അവളിപ്പോ. ഹായ് കൊടുക്ക്, ഹായ് പറയ്. ഹായ്. കുട്ടിക്ക് വയറുവേദന ഉണ്ട് പറയ്. വേദന ഉണ്ട്. ഡോക്ടർ മാമന്റെ അടുത്ത് പോവാൻ പറയ്. വയറുവേദന എടുക്കുമ്പോ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടർ മാമനോട് പയ്യാ ഊ അറിയോ. ഡോക്ടറൊക്കെ കാണിച്ചാണ്ടേ പരിശോധനയ്ക്ക് കഴിഞ്ഞ ടെഞ്ഞു പറയും. ഡോക്ടർമാർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ടെഞ്ഞു ഇങ്ങനെ കാട്ടി കൊടുക്കും. ഇങ്ങനെ ഇടയ്ക്കാ ചേച്ചി മലാസി ഇട്ട് കൊടുത്തതാണ്. മലാസിയൊക്കെ പോയി. ഈ കയ്യോക്കട്ടെ ഇവിടേക്കാണി വലത്തെ കയ്യുന്നില്ല. കാലൊക്കെ നോക്കിയാണി കാട്ടിച്ച് ആരും കാണൂല. ചെരുപ്പൊക്കെയാണ് കഴുകിയിട്ട് എത്ര ദിവസമായി ഇതൊക്കെ. മീമി തിന്നിട്ട് ഡോക്ടർ മാമയുടെ അടുത്ത് പോണം. എത്തിക്കിജി പയ്യനര് അമ്മേന്റെ കുട്ടിയെ മറ്റേ പാട്ട് പാടി കൊടുത്ത പാട്ട് പാട്ട് പാടുന്നിട്ട് അവിടെ നിന്നിട്ട് പാട്ട് കുഞ്ഞിപ്പാട്ട് ആരും പഠിപ്പിച്ചെടുത്താണൊക്കെ. ആ മീമിണ്ട് മത്തിയുണ്ട് അയലയുണ്ട്. ഐ തൊടല പൊന്നെ മത്തി അയിലേ വലിയ മത്തിയാ അല്ല ചെറുത് കുഞ്ഞനെ ഏറ്റവും മീമിയോ മോളെ അച്ഛൻ നോക്കിയാ ഞാൻ മീൻ ഉണ്ടാക്കട്ടെ. കുട്ടിക്കാനാ കഞ്ഞി കൊടുക്ക്. കാട്ടി വെച്ചത് അത് നമുക്ക് മായ്ക്കാം. അതില്ലത് കളയിനെ ആ റിമൂവർ കൊണ്ട് മായ്ച്ചാൽ മതി. ചെരുപ്പൂരിട്ട് ഊര് ഒറ്റ തെറിപ്പിക്കാൻ ചിലപ്പോ അവിടേക്കൊക്കെ എത്തും. അമ്മ തലയിൽ പൊടി ഇരുമ്പി തരാ. മോളെ പോത്തിന്റെ വാങ്ങിയ സൈലെടുത്തുന്നേ മീൻ ഉണ്ടാക്കണം കേട്ടോ. ഫിഷ് മീൻ ഉണ്ടാക്കാം. കുറച്ച് വറക്കും ചെയ്യാം, കുറച്ച് കറിയും വെക്കല്ലേ നമുക്ക്. അച്ചാറ് വാങ്ങി മറ്റേ കുപ്പീത്തെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാൻ അച്ഛനേക്ക് കഞ്ഞി കൊടുക്കട്ടെ, അതിന് വിശക്കുണ്ടാവും. അപ്പൊ ഞങ്ങൾ എന്നാ മീൻ നന്നാക്കാനുള്ള തയ്യാറെടുപ്പാണേ. മീൻ ഞാൻ നന്നാക്കണോ? ഞങ്ങൾ റെഡി അടിക്കും. അല്ല മീൻ ഞാൻ നന്നാക്കണോ? നല്ല സന്തോഷമായി. ഞാൻ അച്ഛനോക്ക് കഞ്ഞി കൊടുക്കട്ടെ എന്നാല്. എന്നാ ഞാൻ നന്നാക്കി തരാം. എനിക്ക് ഏതായാലും മേല് കഴുകൊക്കെ വേണം. എന്നാ ഞാൻ നന്നാക്കി തരാം കേട്ടോ. മീന് കണ്ടോ ഞാൻ പറഞ്ഞില്ല, അയിലുണ്ട് മത്തിയുണ്ട്. ചെറിയ കുഞ്ഞുമത്തിയാ. ഞാൻ അച്ഛമോളെ പിന്നെ 2 ദിവസം തിന്നില്ലെന്നല്ലോ. ഇന്നലെ നിങ്ങൾ ബത്തിലുണ്ട്. ഇന്നലെ ബത്തിലുണ്ടോ നിങ്ങള്? ഇന്നലെ മിഞ്ഞാന്നോ ഇന്നലെ അതില് വറക്കണ മണം കണ്ടിട്ടേ വീഴും കുട്ടിക്ക് കർമ്മൂറും ചിന്നണമെന്ന്. അച്ഛനോട് വെത്തലി വറുത്തത് തിന്നൂല, കറി വെച്ചത് തിന്ന. ഓയ് അങ്ങനെ ഉണ്ട്. കുട്ടിക്കാണ് ഇത്. അമ്മന്റെ കുട്ടിക്കാണല്ലോ മീമി കൊണ്ടുവന്നൊരു പാപ്പ. കുട്ടിക്കാണിത്. കുട്ടിക്കാൻ ഉപ്പിട്ട് ഈ ഉപ്പും പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അച്ഛനോളെ പണിയാതിരിക്കാണ്. അങ്ങനെ അതിനുള്ളിൽ വെള്ളം കയറിയ അറിയില്ല. മറ്റോള് എന്തേ കാട്ടിയതാവോ? അത് ഞാൻ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം അത് പുതിയ ഉപ്പിടാൻ വിചാരിച്ചിരിക്കണേ. നീ തുടങ്ങട്ടെ കുപ്പിയല്ല ഇങ്ങനെ ഉപ്പിടാൻ പറ്റത്തില്. നീ ഇതുകൊണ്ട് കഴുകിക്കൊണ്ട് മീനിട്ടോ. കുപ്പി കഴുകി വെയിലത്തേക്ക്. യെസ്, നല്ല ഐഡിയ. മീൻ കിട്ടിയപ്പോ സന്തോഷം നോക്കിയാ കുട്ടി കഞ്ഞി തരാം. ഞങ്ങൾ മീൻ നന്നാക്കുമ്പോ ഞങ്ങൾ കഞ്ഞി. ഇതിന്റെ കണ്ണു മുഖം മാത്രമേ ഉള്ളൂ. മെലിഞ്ഞു മുടി വെട്ടായിട്ട് അങ്ങനെയും ഞാൻ തലേ ദിവസം പൊടി പൂട്ടിക്കളി ശിബുവാ TV പൂട്ടിക്കളിയിട്ട് കുഞ്ഞ് സാമിക്കുറി എടുത്തോണ്ടിട്ടാ. ഷാമിക്കുരി ഇട്ടാ മുഖത്ത് നോക്കിയാ അത് പിടിച്ച് വലിക്കല്ലേ. അതൊക്കെ കവർ കഴിക്കട്ടെ. എന്നാ മുന്നേ എന്നാ സാമിക്കുറി ഇങ്ങോട്ട് വന്നു. സാമിക്കുറി അല്ല മുടി കൊണ്ട് അതിനൊന്നിനും വയ്യ. കണ്ണടച്ചേക്ക്. നല്ല സന്തോഷം അതൊക്കെ ഇട്ടെടുത്താല്. കാട്ടി കൊടുക്ക് വേണ്ട സാമിക്കുറി. ഇങ്ങനെ നുള്ളി പെറുക്കി പറയാം. എന്തോ പറയണ ആർക്കും അറിയാം. സ്വാമീനെ പ്രാർത്ഥിച്ചാണ് എന്തൊക്കെയോ പറയൊക്കെ ചെയ്യും. മത്തി ഞാൻ നന്നാക്കിയ മത്തി. ഇവിടെ നല്ല പരിപാടി. അതാ മസാലയൊക്കെ റെഡിയാക്കി ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നു. കറി എടുക്കാനുള്ള പരിപാടിയിലാ. മത്തി പൊരിക്കാൻ. എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് കുളിച്ചിങ്ങനെ ഇരുന്നാ മതിയല്ലോ, എന്റെ പോലെയല്ലല്ലോ. കുളിയൊക്കെ കഴിഞ്ഞു. സാറേ
പാട്ടൊക്കെ പാടാൻ എനിക്ക് കാരണം മീൻ മുഴുവൻ നന്നാക്കിയ ഞാനാണ് അടപ്പൂരിന് എൻ്റെ ഊരല്ലേ എനിക്ക് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തുണ്ടാക്കാലോ. ഞാൻ വേഗം പൊരിക്കി. എന്താ പറഞ്ഞേ? ആ ജ്യൂസ് അടിച്ചു ഉണ്ടാണോ? ഓ അത് തുറന്നപ്പോ കിട്ടുന്നതിനകത്ത് ആയിക്കോട്ടെ, അടിച്ചു കൊടുക്ക്. എന്റെ കൈമ മീന ഞാൻ അത് കഴിയട്ടെ വെച്ചിട്ട് മസാല വരച്ചാലേ. ആയിക്കോട്ടെ. നമ്മളുടെ മീനോടെ നിങ്ങളെ കറിയിലിട്ട് ഞങ്ങൾ തിന്നേണ്ടി വരും കേട്ടോ. 2 ഇട്ടായി. വേറെ ആരും തിന്നൂല. എത്ര എടുക്കണോ? കുറച്ച് മതി, കുറച്ച് മോക്ക് മാറ്റിയോ? ഓൾക്ക് അതിന്റെ പറ്റിണ്ടതാ. മോൾക്ക് അയല മാറ്റി വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മോള് മത്തി കഴിക്കൂല. വേറെ എന്തും പക്ഷെ മത്തി എന്താ അറിയില്ല ഓൾക്ക്. ഓൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ? മോള് തറവാടിയാണ്. അല്ല ആദ്യം കഴിക്കലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തേ ആവോ ഒരു ദിവസം നമ്മളെ മീനൊക്കെ ഇതാ പൊരിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റില്. ഈ കുറച്ചുണ്ട്, കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാൻ തിന്നാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് വിളമ്പിയാൽ അത് കഴിക്കാമായിരുന്നു. ആ കുട്ടീൻ്റെ ഒക്കെ ആ ഓക്കെ ആയിക്കോട്ടെ. ഞാൻ 2 മീനെടുത്തു. ഉറക്കി വരുമ്പോക്കേ എൻ്റെ മീന് തിന്നാൻ ഇതിവിടെ സ്ഥിരമുള്ള പണിയാട്ടോ. മീൻ വറക്കുമ്പോഴത്തേക്കിങ്ങനെ തിന്നുക. അത് പാത്രത്തിൻ്റെ സൗണ്ട് ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ. കഴിഞ്ഞോ? കുറച്ചും കൂടി ഉണ്ട്. പാത്രത്തിൽ കുട്ടിക്ക് വേണമെന്നേ. അപ്പം എൻ്റെ മീനൊക്കെ ഇതാക്കണേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടല്ലേ? എന്നാൽ ചോറുണ്ടോ? ഞാൻ പപ്പടം. നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കട്ടെ. മീൻ റെഡിയായി, പപ്പടം റെഡിയായി, അച്ചാർ പിന്നെ ഞാൻ പാക്കറ്റ് മേടിച്ചു. അച്ചാർ വേണോ? വേണോ? അച്ചാർ പാക്കറ്റിലുണ്ട്. ഇത് വേണോ? കുറച്ചിടാം, മതി. മീനിൻ്റെ കുത്തല് കുരുമുളക് ഇട്ടിട്ടേ കുത്തുക. അതാണ് കുട്ടി തന്നെ കുറയ്ക്കുന്നുണ്ട്. മീൻ കഴിഞ്ഞ് വറുത്ത് കുറേ തിന്ന് കുറേ ഞാൻ തിന്നു. ഒരു ലാസ്റ്റ് ഓളിൻ്റെ ഓടിക്കല് തുടങ്ങി. ഞാൻ അതുകൊണ്ട് ഇന്നെ പായിപ്പിച്ചു. ഇനി എടുക്കൂ. കറിയും ചോറും കഴിക്കാം. ഇവിടെ വേണ്ട, ഞാൻ ഇവിടുന്ന് മീൻ വേണോ? അപ്പോ നിങ്ങൾക്ക് വറുത്ത മീൻ കിട്ടിയില്ലല്ലോ. വറുത്ത മീനില്ലാതെ ഞാൻ കൊല്ലു തന്നെ. വേണ്ട, മത്തിക്ക് എടുക്കാൻ മറന്നതാ. നിങ്ങൾക്ക് ഇനി മീനില്ല കേട്ടോ. നിങ്ങൾ ഒരു ലോഡ് മീൻ മതി. ഇനി വേണമെങ്കിൽ ഞാൻ ചോദിക്കാം. തോനുണ്ട്. ഞാൻ അതന്നെ ഉള്ളൂ. നീ തരും കേട്ടോ. ഇനി നുണഞ്ഞ് ഞങ്ങളേക്ക് നോക്കി നുണഞ്ഞിങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കറി വയ്ക്കണ്ടേ? അത് മറന്നു വേണ്ട. അതിൻ്റെ കറിയിൽ കൂടുതൽ കിട്ടും. അതാണ് ഇപ്പോൾ ഞാൻ മറന്നത്. അതിൽ ഞാൻ പറഞ്ഞില്ല. മതി ചാറ് കുറച്ച് മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മത്തിക്കറിയും മത്തി പൊരിച്ചതും പപ്പടും അച്ചാറും ചോറും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുശലായിട്ട് കിടക്കിന്നൊക്കെ ഇതങ്ങനെ ചോറ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ. എനിക്ക് ലൈക്കൊക്കെ കഴിക്കണേ.